ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സോഷ്യൽ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്റർ, 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല കേരളം. ഓക്കെ, അപ്പോൾ ഇതിൽ മധ്യകാല കേരളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം കേരള PSCയുടെ എല്ലാ എക്സാമിനും മധ്യകാല കേരളം അതേപോലെ ആധുനിക കേരളം ഒക്കെ എന്തെന്നാറ് കോമൺ ആയിട്ട് വരാറുള്ളതാണ്. കേരള ചരിത്രം നമ്മൾ PSCയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കേരള ചരിത്രം എന്നുള്ളത്, പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം മധ്യകാല കേരളത്തിനെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മുതലാണ് തുടങ്ങുന്നത് കേട്ടോ. മധ്യകാല കേരളത്തിനെ പറ്റിയുള്ള ചാപ്റ്റർ തുടങ്ങുന്ന 6ാം ക്ലാസ്സിലെ ഈ 9ാമത്തെ ചാപ്റ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൽ CE 9ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. ഓക്കെ, അപ്പോൾ മധ്യകാല കേരളം എന്ന് പറയുന്നത് ഏത് മുതലാണ്? CE 9ാം നൂറ്റാണ്ട് മുതൽ CE 18ാം നൂറ്റാണ്ട് വരെയാണ് എന്ത് മധ്യകാല കേരളം, അതായത് മധ്യകാല കേരള ചരിത്രം വരുന്നത്. ഇതിൻ്റെ വർഷങ്ങൾക്കുള്ളിലാണ് നോർമലി ചരിത്രകാരന്മാർ കണക്കൂട്ടുന്നത്. മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? 8 മുതൽ 18 വരെയായിരുന്നു അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഇനി ചെപ്പേടുകൾ എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത് കേട്ടോ. ചെപ്പേടുകളിൽ നിന്നാണ്, ഇതൊരു ജൂത ചെപ്പേടാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു മെറ്റൽ കളറിൽ ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് എഴുതിയിരിക്കുന്ന വായിക്കാൻ പറ്റില്ല, ഒരു വട്ടത്തിൽ എഴുതിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഇനി എന്താണ് ചെപ്പേടുകൾ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചെമ്പിൽ ചെപ്പേട്, ആ ചേ എന്നുള്ള രണ്ടിലും സ്റ്റാർട്ട് ചെയ്യുന്ന ചേ ആണുകൊണ്ട് ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം. ഇനി നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും അതേപോലെ കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. ഈ ചെപ്പേടുകളിലാണ് ഓരോ സ്ഥലത്തുള്ള നാടുവാഴികൾ ആ സ്ഥലത്തേക്ക് വരുന്ന കച്ചവട സംഘങ്ങൾക്കും മറ്റും ഒരു അധികാരം ഉണ്ടാവില്ല. അവർക്ക് എവിടെയൊക്കെ പോവാം, എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാമെന്നുള്ള അധികാരങ്ങൾ അതൊക്കെ ഈ ചെപ്പേടുകളിൽ രേഖപ്പെടുത്തിയിട്ടാണ് കൊടുത്തത്. അതേപോലുള്ള ഒരു ചെപ്പേടാണ് നിങ്ങൾ മുകളിൽ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന ചെപ്പേട്. ഇതൊരു ജൂത ചെപ്പേടാണ്. അതെന്താണെന്ന് വരുന്നുണ്ട്. അപ്പോൾ ചെപ്പേടുകൾ കുറേ ചെപ്പേടുകളുണ്ട് കേട്ടോ. നമുക്കിനി വരുന്ന ചാപ്റ്ററുകളിൽ എപ്പോഴും എനിക്ക് തോന്നുന്നു 7 8 ക്ലാസ്സിൽ വരുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ തരിസാപ്പള്ളി ചെപ്പേട്, അതേപോലെ ജൂത ചെപ്പേട്, ചില ചെപ്പേടുകൾ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതെന്താണെന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ചെമ്പ് തകിലാണ് എന്ത് ചെയ്തത് ചെപ്പേടുകൾ രേഖപ്പെടുത്തി കൊടുത്തത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആട്ടോ, വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ചെപ്പേടില്ല, അത് എഴുതിയിരിക്കുന്നത് വട്ടെഴുത്ത് എന്നുള്ള ഒരു പഴയകാല ലിപിയിലാണ്. അപ്പോൾ ഇത് ആരാണ് കൊടുത്തതെന്നുള്ളതാണ്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി 5 വണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത്. ഏത് രേഖയിലുള്ളത്? ആ ജൂത ചെപ്പേടിലുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ജൂത ചെപ്പേടിൽ എന്നാണ്, വട്ടെഴുത്താണ് പഴയകാല ലിപിയായിരുന്നു അതിൽ എഴുതിയത്. അതേപോലെ ഇത് കൊടുത്തത് മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ച ഭാസ്കര രവി. അത് ആർക്കാണ് കൊടുത്തത്? 5 വണ്ണം എന്ന ഒരു കച്ചവട സംഘം ഉണ്ടായിരുന്നു, അവർക്ക് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് ജൂത ചെപ്പേടിൽ. ഇനി അടുത്തത് പെരുമാക്കൾ എന്നുള്ളത് ആരാണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, കേരളം ഉൾപ്പെടെ പ്രാചീന തമിഴകത്തിൽ മൂവേന്തന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. മൂവേന്തന്മാർ, ചേര, ചോള, പാണ്ഡ്യ, മൂവേന്തന്മാർ പ്രാചീന തമിഴകത്തിൽ നിലനിന്നിരുന്നത്. ഇനി പ്രാചീന തമിഴകത്തെ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഏത്? CE 9ാം നൂറ്റാണ്ടോടെ. അപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്നറിയപ്പെട്ടത്. അവർ കുറേ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. അടുത്ത് പറയാണ് എവിടെയാണ് ഈ മഹോദയപുരം ഉള്ളത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെയാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതേപോലെ സമീപ പ്രദേശങ്ങളാണ് മഹോദയപുരം എന്നുള്ള അറിയപ്പെട്ടത്. ഈ ഒരു ഏരിയ കേട്ടോ, ആ ഒരു ഏരിയയാണ് മഹോദയപുരം. അതിൽ ഈ പെരുമാക്കന്മാരുടെ അറിയപ്പെട്ട വേറെ പേരാണ് ചേരൻ അല്ലെങ്കിൽ ചേരമാൻ തുടങ്ങിയ പേരുകളിലും ഇവരറിയപ്പെട്ടിരുന്നു. ആ സമയത്ത് ഈ മഹോദയപുരം ഭരിച്ച ആളുകൾ അറിയപ്പെട്ടതാണ് ഇത് ചേരൻ അല്ലെങ്കിൽ ചേരമാൻ, അല്ലെങ്കിൽ എന്താണ് ചില ഭരണാധികാരി കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചേരൻ എന്ന് പറഞ്ഞാലും ചേരമാൻ എന്ന് പറഞ്ഞാലും കുലശേഖരം എന്ന് പറഞ്ഞാലും എന്താണ് അവിടുത്തെ രാജാക്കന്മാരാണ്. അവരാണ് ഏത് മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് ഭരിച്ചത്. ഓക്കെ, പെരുമാക്കൾ എന്നാണ് കോമൺ ആയിട്ട് അവർ അറിയപ്പെട്ടത് കേട്ടോ. പെരുമാക്കൾ, അത് മറന്നുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഇവരുടെ കീഴിലായിരുന്നു. ഇവരുടെ കീഴിലായിട്ടുള്ള ആളുകളുടെ ആ ഒരു
പെരുമാൾ കാലത്തെ നാടുകളാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി, ഈ വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ ഇവരുടെ കയ്യിലായിരുന്നു. അവരുടെ കേന്ദ്രമായിരുന്നു ഈ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മഹോദയപുരം എന്നുള്ളത്. ഓക്കെ, ഓർത്തോക്കണേ. അപ്പോൾ പന്തലായനി കൊല്ലമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഏഴിമല നോക്ക്, ഇവിടെ കാണാം കണ്ണൂരുള്ളത്. വേണാട്, ഇതൊന്ന് ഓർത്തോക്കണം. കാരണം ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത ഓരോരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വരാനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ കോലത്ത് നാട്, വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ ഇവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ആരുടെ ഭരണത്തിന്? പെരുമാക്കളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇനി പെരുമാൾ കാലത്തെ സാമൂഹിക സാമ്പത്തികമായ സവിശേഷതകളാണ് നോക്കുന്നത്. ഒന്നാമത്, ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങി. 2, കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. 3, ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. അടുത്തത്, കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? ഈ ബ്രാഹ്മണന്മാർക്കായിരുന്നു. അതേപോലെ ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയന്മാരായിരുന്നു. ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ അറിയപ്പെട്ടതാണ് ഇത്, ആളടിയന്മാർ. ഇനി ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ നാടുകളുണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ അതാണ് ഇതൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പ്രസ്താവന രീതിയിൽ തന്നാൽ മാത്രം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നാടുകൾ ഭരിച്ചിരുന്ന നാടുവാഴികളാണെന്ന് അറിയണം കേട്ടോ, കാരണം അടുത്ത പോയിന്റ് അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ പെരുമാൾ ഭരണമില്ല, അത് 12-ാം നൂറ്റാണ്ടോടെ അവസാനിച്ചു. അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ എന്ത് ചെയ്തു? അതത് നാടുകളിൽ സ്വന്തം നിലക്ക് ഭരണം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടതാണ് ഇത് സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ മധ്യകാല കേരളത്തിൽ അറിയപ്പെട്ടത് എന്ത് പേരില്ല? സ്വരൂപങ്ങൾ. അങ്ങനെയുള്ള കുറേ സ്വരൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത്. അപ്പോൾ വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപം. അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എവിടെ വരുന്നത്? വേണാട്. അതേപോലെ കൊച്ചി ഭരിച്ചിരുന്ന സ്വരൂപമാണ് ഏത്? പെരുമ്പടപ്പ് സ്വരൂപം. കോഴിക്കോട് ഭരിച്ചിരുന്ന സ്വരൂപമാണ് നെടിയിരുപ്പ് സ്വരൂപം. ചിറക്കൽ ഭരിച്ചിരുന്ന കോല സ്വരൂപം. ഇത് 4 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇത് 4. അപ്പോൾ ഇവരൊക്കെ എവിടെയാണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ വേണാട് ഭരിച്ചിരുന്നത് ഏത് സ്വരൂപമാണെന്നാണ് ചോദിക്കുക. അപ്പോൾ തൃപ്പാപ്പൂർ. അതേപോലെ കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ്. കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ്. ചിറക്കൽ ഭരിച്ചിരുന്നത് കോലസ്വരൂപമാണ് ചിറക്കൽ. ഇനി നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആധിപത്യത്തിന് വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിക്കാനും തുടങ്ങി. അപ്പോൾ അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് കച്ചവടത്തിനെ പറ്റി പറയാനാണ്. മധ്യകാല കേരളത്തിലെ കച്ചവടം. അപ്പോൾ മധ്യകാല കേരളത്തിൽ പുറം നാടുമായിട്ടുള്ള കച്ചവട ശക്തികൾ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏലം, ഇഞ്ചി ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ പുറം നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണികളിൽ എത്തിയിരുന്നു. ഓക്കെ, അങ്ങനെ പുറം നാട്ടിൽ നിന്നും എത്തിയ വിപണികളിൽ പെട്ടതാണ് ഇതൊക്കെ. കളിമൺ പാത്രങ്ങൾ, മീൻ വലകൾ, അതേപോലെ പട്ടുകൾ, ഇവയൊക്കെ എന്താണ്? എത്തിയതാണ്. ഇനി അടുത്തതിൽ 5 വണ്ണം, അടുത്ത ഇമ്പോർട്ടൻ്റ് ആട്ടോ. 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും ചിലപ്പോൾ. മധ്യകാല കേരളത്തിൽ 5 വണ്ണം എന്നറിയപ്പെട്ടത് എന്താണെന്നുള്ളത്, അല്ലെ മണിഗ്രാമം എന്നറിയപ്പെട്ടത് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അത് കിട്ടണം. കച്ചവട സംഘങ്ങളാണ്. നേരത്തെ ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ജൂതച്ചപ്പേട്. അന്നേരം 5 വണ്ണത്തിൽ കൊടുത്ത അധികാരങ്ങളാണ് ജൂതച്ചപ്പേടിൽ എഴുതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒന്നാണ് മണിഗ്രാമം എന്നുള്ളതും കച്ചവട സംഘമാണ്. ഈ കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു. ഇവർ ചുങ്കം കൊടുക്കണം, നികുതി പോലെ തന്നെ കച്ചവടക്കാർ ചുങ്കം കൊടുത്തതാണ് അക്കാലത്തെ ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് കൂട്ടിയത്. ഇനി 5 വണ്ണം അതേപോലെ മണിഗ്രാം എന്താണെന്നുള്ള CE 9 മുതൽ 13 നൂറ്റാണ്ട് വരെ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ് ഇവ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി അങ്ങാടികൾ എന്താണെന്നുള്ളതാണ് നേരത്തെ പറയുന്നത്. അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ. കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം തുടങ്ങിയവ പ്രധാന തുറമുഖങ്ങളും ആയിരുന്നു. ഇനി മണിപ്രവാള കൃതിയായ ഉണ്ണുനീതി സന്ദേശത്തിൽ വിവരിക്കുന്നത്, അതെന്താണെന്ന് വിവരിക്കുന്നതൊന്നും വേണ്ട. ഉണ്ണുനീതി സന്ദേശം ഒരു മണിപ്രവാള കൃതിയാന്നുള്ള ഒന്ന് ഓർത്ത് വെച്ചു. എന്താ മണിപ്രവാളം എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു. അതാണ് മണിപ്രവാളം എന്ന രീതിയിൽ അറിയപ്പെട്ടത്. ഓർത്തോക്കണേ, മണിപ്രവാളം എന്താണ്? സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്നിട്ടുണ്ടായിരുന്ന ഭാഷാശൈലിയാണ് ഇത് മണിപ്രവാളം. ഇനി അടുത്തത് 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെ അവിടുത്തെ കച്ചവടത്തെ പറ്റി വിവരിച്ചത് നോക്കും. അതൊന്നും നോക്കണ്ട. നിങ്ങൾ മാഹ്വാൻ എന്താണ്? മധ്യകാല കേരളത്തിലെത്തിയ
ഒരു ചൈനീസ് സഞ്ചാരിയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. മാഹ്വാൻ. അപ്പോൾ മാഹ്വാൻ സഞ്ചാരികളൊക്കെ ഓർത്ത് വെക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. ഇനി അടുത്ത ഭാഷാ സാഹിത്യം കല ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ട വന്ന ഭാഷയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു മലയാളം. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. വട്ടെഴുത്തിലെഴുതിയ ജൂതച്ചെപ്പേട് കണ്ടത് ഓർക്കുമല്ലോ. ഓക്കെ, അപ്പോൾ വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കുക. ഇനി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് അങ്ങോട്ടോ. കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നവരാണ് ചെറുശ്ശേരി. രാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം. അതുപോലെ മഹാഭാരതം, കിളിപ്പാട്ടുകൾ എഴുത്തച്ഛൻ്റെതാണ്. എഴുത്തച്ഛൻ്റെ രാമായണമുണ്ട്, അതേപോലെ മഹാഭാരതം, കിളിപ്പാട്ടുകളുണ്ട്. അതുപോലെ തുള്ളൽ കൃതികൾ എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. ഇവരൊക്കെ മലയാള ഭാഷയുടെ വികാസത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വഴി തെളിച്ചിട്ടുണ്ട്. അതേപോലെ 17-ാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാല വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. മുഹിയുദ്ദീൻ മാല രചിച്ചത് ആരാണ്? ഖ്വാസി മുഹമ്മദ്. അത് നിങ്ങൾക്ക് മാലയൊക്കെ നമ്മൾ കാശ് കൊടുക്കാതെ കിട്ടില്ലല്ലോ. അപ്പോൾ കാശി മുഹമ്മദ് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. മുഹിയുദ്ദീൻ മാല. 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാന. അപ്പോൾ അർണോസ് പാതിരിയാണ് പുത്തൻ പാന രചിച്ചതെന്നുള്ളത് അതും ഒന്ന് ഓർത്ത് വെക്കുക. ഇവരൊക്കെ മലയാള ഭാഷയുടെ പുരോഗതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ അറബി മലയാളം എന്താണെന്നുള്ളതാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് ഏത്? അറബി മലയാളം. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് വരുവാണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയത്. ഇവ അറിയപ്പെട്ടത് ക്ഷേത്ര കലകളായിട്ടാണ് അറിയപ്പെട്ടത്. അപ്പോൾ ക്ഷേത്ര കലകളിൽ വരുന്നതൊക്കെ കൂത്ത്, കൂടിയാട്ടം, കഥകളി. ആ കാലിൽ തുടങ്ങുന്നൊക്കെ കുറേയൊക്കെ എന്താണ്? ക്ഷേത്ര കലകളാണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി. ഇനി അതേപോലെ കാവുകളിലും മറ്റ് ആരാധനയിടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളംപാട്ട് ഓക്കെ തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ്. അവ ക്ഷേത്ര കലകളെക്കാൾ ജനകീയമായിരുന്നു കേട്ടോ. ക്ഷേത്ര കലകളെക്കാൾ ജനകീയമായിരുന്നു ഇത് ഈ അനുഷ്ഠാന കലകൾ. അപ്പോൾ അനുഷ്ഠാന കലകളിൽ വരുന്ന 3 ഇതൊക്കെ തെയ്യം, തിറ, പിന്നെന്താണ്? കളംപാട്ട് കേട്ടോ. അത് ഓർത്ത് വെക്കണേ. അപ്പോൾ അനുഷ്ഠാന കലകളിൽ പെടുന്നത് പെടാത്തത്, ക്ഷേത്ര കലകളിൽ പെടുന്നത് പെടാത്തത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അടുത്തത് വിജ്ഞാനം എന്നുള്ള ഏരിയ എന്ന് വരുന്നതാണ്. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കര നാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കര നാരായണീയം. ഓർത്ത് വെക്കണം ഇത് രണ്ടും. ജ്യോതിശാസ്ത്രജ്ഞനാണെന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു. അഷ്ടാംഗഹൃദയം. ഇനി ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മൂഷക വംശവും തുഫത്തുൽ മുജാഹിദിനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ്. ഇതൊക്കെ ഇതിലെ അഷ്ടാംഗഹൃദയം വാഗ്ബട കേട്ടോ. വാഗ്ബട ആണ് അഷ്ടാംഗഹൃദയം എഴുതിയത്. അതൊന്ന് ഓർത്ത് നോക്കണം. പിന്നെ ഉള്ളത് മൂഷകവംശം എഴുതിയിരിക്കുന്നത് അതുല കേട്ടോ. അതുല അല്ലെങ്കിൽ അതുലൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ് ഈ മൂഷകവംശം എന്നുള്ളത്. പിന്നെ ഉള്ളത് തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചിരിക്കുന്നത് സൈനുദ്ദീൻ മഖ്ദൂം കേട്ടോ. സൈനുദ്ദീൻ മഖ്ദൂം. ഇതൊക്കെ ഏതൊരു ചാപ്റ്ററിൽ അടുത്ത് വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഇവിടെ തന്നെ ഓർത്ത് വെച്ചോ, പഠിച്ചു തുടങ്ങിക്കോ. ഇവിടെ തന്നെ മഖ്ദൂമാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഓക്കെ. സൈനുദ്ദീൻ മഖ്ദൂമാണ്. തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. മുവാഹിദീനിലൊക്കെ ഒന്ന് പോകരുത്. മുവാഹിദീനൊക്കെ വേറെ ബുക്കാണ്. അതൊക്കെ രാജാറാം മോഹൻ റോയിയുടെ ബുക്കാണ്. അതിലൊക്കെ ഒന്ന് പോകരുത്. ഇത് സൈനുദ്ദീൻ മഖ്ദൂമാണ്. മറ്റേത് മൂഷകവംശ അതുലൻ, അഷ്ടാംഗഹൃദയം, വാഗ്ബട. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ അറിയപ്പെട്ട പേരെന്നാണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പള്ളികൾ കേട്ടോ. പള്ളികൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇസ്ലാം മതമായിട്ടൊന്നും കണക്ട് ചെയ്ത് ക്രിസ്ത്യൻ മതമായിട്ടും കണക്ട് ചെയ്യരുത്. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളാണ് പള്ളികൾ. അതേപോലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു എന്ത് ചെയ്തത്? ശാലകൾ പ്രവർത്തിച്ചത്. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഈ ശാലകൾ. അങ്ങനെയുള്ള ശാലകൾക്കുള്ള എക്സാമ്പിളാണ് ഇതൊക്കെ. ഏത്? കാന്തല്ലൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരം പുരം ശാല. ഇത് വരുന്നുണ്ട്. നമുക്ക് ഒരു ചാപ്റ്ററിൽ വേറെ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മധ്യകാല കേരളത്തെ പറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ബൈഹാർട്ട് ആക്കാനുണ്ട്. അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഒരു ചാപ്റ്ററായിട്ട് നോക്കാം അടുത്തൊരു ക്ലാസ്സിൽ.